ഹലോ ഹായ് നമസ്കാരം. ഒക്ടോബർ മാസം 16-17 തീയതികളിലായിട്ട് കുറച്ചധികം സിനിമകൾ തിയേറ്ററിലേക്ക് ഇങ്ങനെ ഒഴുകി വരികയാണ്. ആ സിനിമകളിൽ പലതിൻ്റെയും ട്രെയിലേഴ്സൊക്കെ കണ്ടു നോക്കിയ സമയത്ത് വളരെ പ്രതീക്ഷയോടെ ഞാൻ കാണാൻ കാത്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് പറയുന്ന ഒരു മൂവി അപ്ഡേറ്റ്സ് വീഡിയോ ആണ് ഇത്. ഞാൻ കാണാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമകളുടെ പേര് പറയാം. നിങ്ങൾ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന, ചിലപ്പോൾ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ള സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുന്ന കാര്യം കൂടി പരിഗണിക്കുക. 16-ാം തീയതി രാവിലെ 10:30 മണിക്ക് ഏരീസ് ഫ്ലെക്സിൽ ഓൾറെഡി ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ള സിനിമയാണ് പെറ്റ് ഡിറ്റക്റ്റീവ്. ഷറഫുദ്ദീൻ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഷറഫുദ്ദീനും അനുപമ പരമേശ്വരനും വിനയ് ഫോർട്ടും ശ്യാം മോഹനും ഒക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സിനിമ. ഷറഫുദ്ദീനാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ അവർ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. രസകരമായ കുറച്ച് കാര്യങ്ങൾ. ഇതിൻ്റെ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഓൾറെഡി ബുക്ക് മൈ ഷോയിൽ അവർ കൊടുത്തിട്ടുള്ള ഒരു സിനോപ്സിസ് ഉണ്ട്. ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള ഒരാൾ, അയാളുടെ മകൻ, അവൻ പെറ്റ്സ് കാണാതാവുന്ന ആ കേസുകൾ ഡീൽ ചെയ്യുന്ന രീതിയിൽ തുടങ്ങുന്നു. പക്ഷേ പെറ്റ്സ് എന്ന് പറയുന്നത് വലിയൊരു ബിസിനസ്സാണ്, വലിയൊരു മാർക്കറ്റാണ്. അപ്പോൾ അവിടെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു 1500 രൂപയുടെ നായ്ക്കുട്ടിയെ വിൽക്കുന്ന പോലെയല്ല, കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടക്കുന്ന ഇൻഡസ്ട്രിയാണ്. സ്വാഭാവികമായും വലിയ കള്ളക്കടത്തുകാരും വലിയ പൈസയുടെ പരിപാടികളൊക്കെ ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടാവും. നമ്മൾ ഇതിൻ്റെ ട്രെയിലർ കണ്ട സമയത്ത് ട്രെയിലർ റിയാക്ഷൻ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാൻ കേട്ടോ. അതിൽ ഓൾറെഡി കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഗൺസ് അപ്പോൺ എ ടൈം എന്ന് പറഞ്ഞിട്ടാണ് അവർ ട്രെയിലർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അടിയിടി വെടിപ്പൊക്കെ പരിപാടികളൊക്കെ ഉണ്ടാവും. പക്ഷേ അതിനൊരു ഫൺ മോഡിൽ ഒരു കാർട്ടൂൺ അല്ലെങ്കിൽ ഒരു കോമിക് ആ ഒരു ലെവലിലൊക്കെയാണ് അവർ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഹ്യൂമറാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള സംഭവം. അത് ഷറഫുദ്ദീൻ്റെ കോട്ടയാണ്. അത് അയാൾ അടിപൊളിയായിട്ട് ഇടിവെട്ടായിട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷയുണ്ട്. വിനയ് ഫോർട്ട് ഉണ്ട്. ഭയങ്കര രസമായിട്ടാണ് അവരുടെ കുറേ ഡയലോഗുകളും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തത്. ആനന്ദ് സി ചന്ദ്രൻ്റെയാണ് ക്യാമറ. രാജേഷ് മുരുകേഷിൻ്റെ മ്യൂസിക്കാണ്. ഭയങ്കര രസമുണ്ടെന്ന് നിങ്ങൾ ട്രെയിലർ കണ്ടു നോക്ക്. ഭയങ്കര ഫൺ എലമെൻറ്റ് നമുക്ക് ഫീൽ ചെയ്യും. വേറെ തന്നെ ഒരു വൈബ് ഉണ്ട് അതിന്. സോ പ്രണീഷ് വിജയൻ സംവിധാനം ചെയ്യുന്ന ഈ സിനിമ, അദ്ദേഹം തന്നെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന സിനിമ വളരെ മികച്ചൊരു എക്സ്പീരിയൻസ് തരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ ആഴ്ച കാത്തിരിക്കുന്ന അടുത്ത സിനിമ പാതിരാത്രി എന്ന സിനിമയാണ്. 17-ാം തീയതിയാണ് പാതിരാത്രി റിലീസാവുന്നത്. നവ്യ നായർ, സൗബിൻ ഷാഹിർ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സിനിമയാണ്. സണ്ണി വെയിനും ആൻ അഗസ്റ്റിനും ആത്മീയരാജനും ഒക്കെ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. മമ്മൂക്കയുടെ പുഴുവൊക്കെ ഒരുക്കിയിട്ടുള്ള രത്തീനയാണ് ഇതിന്റെ സംവിധായിക. ജെയ്ക്സ് ബിജോയാണ് ഇതിന് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഷഹ്നാദ് ജലാലിന്റെ ക്യാമറയാണ്. ശ്രീജിത്ത് സാരംഗ് എഡിറ്റ് ചെയ്തിരിക്കുന്നു. സിനിമ അതിന്റെ ട്രെയിലറിലും അതുപോലെ ബുക്ക് മൈ ഷോയിൽ അതിന്റെ സിനോപ്സിസിലും ഒക്കെ എഴുതിയിരിക്കുന്ന ഒരു ത്രില്ലർ സിനിമയാണ്. 2 പോലീസ് ഉദ്യോഗസ്ഥർ അവർ ഒരു രാത്രി ഇറങ്ങിത്തിരിക്കുമ്പോൾ അവരുടെ റോന്തിന്റെ ഭാഗമായിട്ട് പോകുന്ന സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങളും അതിനുശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ സിനിമയിൽ കാണുക. ഇതിന്റെ ട്രെയിലർ റിയാക്ഷനിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പാതിരാത്രി എന്നാണ് അവരിതിന് ടൈറ്റിൽ ഇട്ടിരിക്കുന്നത്. പോലീസുകാർ പൊതുവേ റോന്തിനും മറ്റുമൊക്കെ ഇറങ്ങുമ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള ടൈം ഉണ്ടാവും. മേലുദ്യോഗസ്ഥർ ചോദിക്കുമ്പോൾ സാർ ഇത്ര മണിക്ക് ഇടയിലായിരിക്കും എന്ന് പറയുന്ന പോലെ ഒരു സമയം പറയാനുണ്ടാവും. പാതിരാത്രി എപ്പോഴോ എന്ന് പറയുന്ന പോലത്തെ ഒരു പ്രയോഗം അവർക്കില്ല. അപ്പോൾ എന്തായിരിക്കും ഈ പാതിയും രാത്രിയും രണ്ടും സെപ്പറേറ്റ് ചെയ്താണ് അവർ ടൈറ്റിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ മിക്കവാറും ഒരു രാത്രി നടന്ന കാര്യത്തിൻ്റെ പാതി ഒരാൾ ഈ പോലീസുകാർക്ക് അറിയാമായിരിക്കും, അല്ലെങ്കിൽ ഇവർ കണ്ടിട്ടുള്ള സത്യമായിരിക്കും. ബാക്കി പാതി എന്താണെന്ന് അവർക്ക് അറിയില്ല. അത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള അവരുടെ ആ ഒരു യാത്രയും ബാക്കി ആ രാത്രിയുടെ പാതി എന്താണ് എന്നുള്ളത് നമ്മുടെ മുന്നിൽ തെളിയിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് എനിക്കത് ഫീൽ ചെയ്തത്. പിന്നെ ഈ 2 പോലീസുകാർ, അവർക്ക് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. മലയാള സിനിമയിൽ പോലീസ് ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിപരമായി തകർന്നിരിക്കുന്ന ആളുകളായിരിക്കും. ഒന്നെങ്കിൽ കുടുംബം ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ തന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് മരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡിവോഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന അവസ്ഥയിൽ. അങ്ങനെ നമുക്ക് ഈ ഹാപ്പി ആയിട്ടുള്ള പോലീസുകാരെ നമ്മൾ സിനിമയിൽ കാണണമെങ്കിൽ കൈക്കൂലി വാങ്ങുന്ന പോലീസുകാരേ ഉള്ളൂ എന്നുള്ളതാണ്. തമാശയ്ക്ക് പറഞ്ഞ കേട്ടോ, ഇത് ആവർത്തിച്ച് വരുന്നുണ്ട്. പക്ഷേ ഈ സിനിമയിൽ വളരെ ഇൻഡെപ്ത് ഇവരുടെ പേഴ്സണൽ ലൈഫ്, ഇപ്പോൾ ഒരാൾ ഭാര്യയുമായിട്ട് പിണങ്ങി നിൽക്കുന്നു, മറ്റേ ആൾക്കും എന്തായാലും ഒരു ലൈഫ് ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ ഡീൽ ചെയ്യുന്നത്, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് തീർച്ചയായും കാത്തിരിക്കുന്നു. ട്രെയിലർ ഭയങ്കര രസമുണ്ടായിരുന്നു. നല്ല പ്രതീക്ഷ നൽകുന്ന ഒന്ന് തന്നെയായിരുന്നു. ഈ ഹ്യൂമൻ ഇമോഷൻസും പൊളിറ്റിക്സും എല്ലാം ചേർന്ന് വരുമ്പോൾ നല്ല രസം ഉണ്ടാവുമെന്ന് വിചാരിക്കാം. 17-ാം തീയതി റിലീസാവുന്ന ഒരു തമിഴ് സിനിമയാണ് പിന്നീട് ഏറ്റവും കൂടുതൽ ഹൈപ്പോടുകൂടി ആളുകൾ കാത്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഡ്യൂഡ് എന്ന് പറയുന്ന സിനിമ. പ്രദീപ് രംഗനാഥൻ, മമിത ബൈജു, ഹൃദു ഹാരുൺ, ശരത് കുമാർ തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് റിലീസാവുന്ന സിനിമയാണ്. കീർത്തീശ്വരനാണ് ഇതിൻ്റെ സംവിധായകൻ. സായി അഭ്യങ്കറിൻ്റെ സംഗീതമാണ് നമ്മൾ പ്രധാനമായിട്ടും ട്രെയിലർ കാണുന്ന സമയത്ത് ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് മമിതയുടെ ക്യാരക്ടർ ചിലപ്പോൾ ആദ്യമേ മരിച്ചു പോയ ഒരു കാമുകി, അവരുടെ ആത്മാവിനെ ഇയാളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു, ആ രീതിയിലാണ്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല കേട്ടോ, എൻ്റെ തോന്നലായിരിക്കാം. പക്ഷേ ബ്രേക്കപ്പ് അല്ലെങ്കിൽ കാമുകി ഇല്ലാതാവുന്നതിൻ്റെ സങ്കടം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ട്രെയിലറിൽ കാണുന്നുണ്ട്. ഈ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പോലത്തെ ഒരു ടോപ്പിക്. പൊതുവേ നമ്മൾ പ്രദീപ് രംഗനാഥൻ്റെ സിനിമകൾ എടുത്ത് നോക്കിയാൽ ഒരുപാട് ഹ്യൂമർ ഉണ്ടാവും, പക്ഷേ അതിനകത്തൊരു ഇൻഡെപ്ത് ഒരു ഇമോഷണൽ സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഈ സിനിമയിൽ അങ്ങനത്തെ ഈ മെൻ്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാൾ എന്നൊക്കെയുള്ള രീതിയിൽ ചില കാര്യങ്ങൾ വർക്ക് ചെയ്തെടുക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതെങ്ങനെ വരും എന്നുള്ളത് നമുക്ക് സിനിമ കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും ഹ്യൂമറാണ്, നല്ല പടക്ക് ചിരിയായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു രസമുള്ള സിനിമ അനുഭവമായിരിക്കട്ടെ എന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന സിനിമയാണ്. ബിരിയാണിയുടെ സംവിധായകൻ സജിൻ ബാബു സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. തിയേറ്റർ എന്നാണ് സിനിമയുടെ പേര്. ഇത് പറയുമ്പോൾ എനിക്ക് ഇന്നസെൻറ്റും ജയറാമും ഒക്കെ ഉള്ളൊരു സിനിമയിൽ പറയില്ലേ, ഇതാ ഇന്ന് മുതൽ, ഇതാ നാളെ മുതൽ,
ഇതാ ഇന്ന് മുതൽ എന്നുള്ള സിനിമയുടെ പേരും ഇതാ നാളെ മുതൽ എന്നുള്ളത് അനൗൺസ്മെൻറ്റുമാണ്. അപ്പോൾ അത് പറയുന്ന പോലെ തിയേറ്ററുകളിലേക്ക് എത്തുന്നു. റിമ കല്ലിങ്ങലാണ് ഇതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അവരെ കൂടാതെ മീനാക്ഷി രവീന്ദ്രൻ, സരസ ബാലുശ്ശേരി, ഡെയിൻ ഡേവിസ്, പ്രമോദ് വെളിയനാട്, അങ്ങനെ ഒരു താരനിരയാണുള്ളത്. ട്രെയിലർ കാണുന്ന സമയത്ത് ഇതിൽ ഈ റിമ കല്ലിങ്ങലിൻ്റെ ക്യാരക്ടറിന് സ്കിന്നിന് കുറച്ച് പ്രശ്നങ്ങളുള്ള പോലെയൊക്കെ സിനിമയിൽ കാണുന്നുണ്ട്. എനിക്ക് പൊതുവേ സ്ക്രീനിൽ അങ്ങനെ കാണുമ്പോൾ എൻ്റെ ദേഹത്ത് ഇങ്ങനെ അരിച്ചു വരുന്ന പോലത്തെ ഒരു ഫീലാണ് ഉണ്ടാവുക. ഇതും അങ്ങനെ വിഷ്വലി എന്ന് വെച്ചാൽ ഞാനത് അതിൻ്റെ ഒരു പോസിറ്റീവ് ഘടകം പറയുകയാണ്. അത് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യാമെന്ന് പറയില്ലേ എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഒരു സ്ത്രീ അവരുടെ സ്കിന്നിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടാവുന്നു. അപ്പോൾ അവരുടെ ആ സ്കിൻ ഇഷ്യൂസിനുള്ള മരുന്ന് അവരുടെ അവർ പണ്ട് താമസിച്ചിരുന്ന തുരുത്തിലുണ്ടാവും. അവിടെ നാഗങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഒക്കെയാണ് ട്രെയിലർ പോകുന്നത്. എനിക്കത് കണ്ടപ്പോൾ ഫീൽ ചെയ്തത് സജിൻ ബാബുവിൻ്റെ സിനിമകളിലെ പൊളിറ്റിക്സും റിമാക്ക് അല്ലെങ്കിൽ ഭാഗമാവുന്ന സിനിമയിൽ ഒരു പൊളിറ്റിക്കൽ കാര്യം ഉണ്ടാവും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയുടെ പുറത്താണ് ഈ സ്ത്രീകളെ നമ്മുടെ നാട്ടിൽ ട്രീറ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് ലൈക്ക് ഒരു ഒബ്ജക്റ്റ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അവിടെ സ്കിന്നിനെ കുറിച്ചാണ് ആളുകൾ എപ്പോഴും സംസാരിക്കുക. കാരണം ഒരു സ്ത്രീക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായി അല്ലെങ്കിൽ അവർക്കൊരു ദുരനുഭവം ഉണ്ടായി, അത് ഈ ഡ്രസ്സ് ധരിച്ചത് കൊണ്ടല്ലേ, ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു നടന്നിട്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ. അപ്പോൾ ഇവരുടെ സ്കിന്നിനാണ് ഈ പ്രശ്നം വരുന്നത്. ആ പ്രശ്നത്തിനുള്ള പരിഹാരം എന്ന് പറയുന്നത് അവരുടെ റൂട്ട്സിലാണ്. അവരെവിടുന്ന് വന്നോ അവിടെയാണുള്ളതെന്ന് പറയുന്ന പോലെ നമ്മളെല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം അന്വേഷിച്ച് പോകുമ്പോൾ, പ്രത്യേകിച്ച് സോഷ്യൽ ഇഷ്യൂസ് നമ്മൾ അതിൻ്റെ ഒരു സോഴ്സ് അന്വേഷിച്ച് പോകുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലെവലിൽ നിന്ന് വേണം നമ്മൾ അതിനുള്ള മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യാൻ. അല്ലാതെ വളർന്നു വലുതായിട്ടുള്ള ഒരാളോട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നതിനേക്കാൾ അയാളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ രീതിയിൽ ഉണ്ടാകാമെന്ന് ഞാൻ ചുമ്മാ പ്രതീക്ഷിക്കുകയാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും വിഷ്വൽസ് ആണെങ്കിലും ഒക്കെ ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു ട്രെയിലർ. ഞാൻ എന്തായാലും തിയേറ്ററിൽ കാണും. അതിനുശേഷം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ബൈസൺ എന്നൊരു തമിഴ് സിനിമ കൂടി റിലീസിന് തയ്യാറെടുക്കുന്നുണ്ട്. ധ്രുവ് വിക്രം, അനുപമ പരമേശ്വരൻ, രജിഷ വിജയൻ തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സിനിമയാണ്. അനുപമയ്ക്ക് ഈ ആഴ്ച 2 റിലീസാണ്. ഒന്ന് പെറ്റ് ഡിറ്റക്റ്റീവ് നായികയായിട്ട് ഈ സിനിമയിൽ, ബൈസണിലും നായികയായിട്ട്, അങ്ങനെ 2 സിനിമകൾ അവർക്കൊരു വീക്കെൻഡിൽ ദിവാലി റിലീസായിട്ട് കിട്ടുന്നു. മാരി സെൽവരാജാണ് ബൈസൺ ഒരുക്കിയിട്ടുള്ളത്. ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ലിസ്റ്റ് എടുക്കുമ്പോൾ അവിടെ പാരഞ്ജിത്തും ഉണ്ട്. തീർച്ചയായും പൊളിറ്റിക്കലി വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു വിഷയമായിരിക്കും. ഞാൻ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് അത് പശുപതിയുടെ അതിമാരകമായിട്ടുള്ള പ്രകടനമാണ്. ധ്രുവ് വിക്രം ഒന്ന് ആഞ്ഞു പിടിച്ചാൽ അയാളുടെ കരിയറിൽ ഓർത്തിരിക്കാൻ പറ്റുന്നൊരു പ്രകടനമായിരിക്കാം എന്നാണ് ട്രെയിലർ കാണുമ്പോൾ നമുക്ക് കഥ ഇന്നതാണെന്ന് തോന്നുമല്ലോ. ആ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത് നമ്മുടെ ലാലൊക്കെ ഉണ്ട്. വളരെയധികം കായികശേഷി ആവശ്യമുള്ള, സ്റ്റാമിന ആവശ്യമുള്ള, ഒരിക്കലും വിട്ടുകൊടുക്കാത്തൊരു മനസ്സാവശ്യമുള്ള ഒരു ഗെയിമാണ് കബഡി എന്ന് പറയുന്നത്. ആ കബഡിയോട് ചേർത്തിട്ടാണ് ഈ സിനിമ പറയുന്നതെന്നുള്ളതും പിന്നെ വളരെ ശക്തമായിട്ടുള്ള ഡീപ്പായിട്ടുള്ളൊരു പൊളിറ്റിക്സ് തീർച്ചയായും ആ സിനിമയിൽ ഉണ്ടാകും എന്നുള്ള ഒരു കാര്യവും കൂടി പരിഗണിച്ച് നോക്കുമ്പോൾ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് ബൈസൺ. ആൻഡ് മറ്റൊരു സിനിമ കൂടി വരുന്നുണ്ട്. അത് കുറച്ച് പഴയ സിനിമയാണോ എന്നെനിക്ക് സംശയമുണ്ട്. ഡീസൽ എന്ന് പറയുന്ന സിനിമ. ഹരീഷ് കല്യാണാണ് അതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അതുല്യ രവിയാണ്. ഷൺമുഖം മുത്തുസ്വാമി എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ്. ഡീസലും പെട്രോളും ഒക്കെ കള്ളക്കടത്ത് നടത്തുന്ന അങ്ങനത്തെ ഒരു സിനിമയാണ്. എനിക്കതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ പെട്രോളിൻ്റെ KGF എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഫീലാണ് ഉണ്ടായത്. പക്ഷേ ഒരു ചെറിയ സ്കെയിലാണ്. KGF ഒക്കെ പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും നിന്നും തള്ളി അവതരിപ്പിക്കുന്ന രീതിയിലല്ല. ട്രെയിലർ കട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന പെട്രോൾ ഡീസൽ കടത്ത് അവിടെയാണ് എനിക്കൊരു അങ്ങോട്ടും ചേരാത്തത്. ഒരു പക്ഷേ അതിൻ്റെ ഒരു കൾച്ചറൽ കാര്യവും കൂടി, തമിഴ്നാട്ടിൽ നിന്ന് വരുന്നൊരു സിനിമ എന്ന് പറയുമ്പോൾ തീർച്ചയായും അതിൻ്റെ ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, ഇത് എവിടെ നടക്കുന്നു, എങ്ങനെ നടക്കുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി പരിഗണിച്ചിട്ട് തീർച്ചയായും ഞാൻ ഈ സിനിമ തിയേറ്ററിൽ കാണും. അതിനുശേഷം അതിനെക്കുറിച്ച് നമുക്ക് വളരെ വിശദമായിട്ട് സംസാരിക്കാം. അപ്പോൾ ഇത്രയും സിനിമകളാണ് മലയാളവും തമിഴും ഒക്കെ ആയിട്ട് ഞാൻ കാണാൻ കാത്തിരിക്കുന്ന സിനിമകൾ. 2 ഇംഗ്ലീഷ് സിനിമകൾ കൂടിയുണ്ട്. എ നൈസ് ബോയ് എന്ന് പറയുന്നൊരു സിനിമയാണ്. ഒരു ഇന്ത്യൻ വംശജനായ വിദേശത്ത് ജീവിക്കുന്നയാളും ഒരു വിദേശി പക്ഷേ ഇന്ത്യക്കാരായ അച്ഛനമ്മമാരെടുത്ത് വളർത്തിയിട്ടുള്ള ആൾ, ഇവർ 2 പേരും തമ്മിൽ പരിചയപ്പെടുന്നു. അവർക്കിടയിൽ സൗഹൃദം ഉണ്ടാകുന്നു. ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു. 2 പേരും പുരുഷന്മാരാണ്, ഗേ കപ്പിളാണ്. അപ്പോൾ ഇതിൽ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് ഈ ഇന്ത്യൻ വംശജനായിട്ടുള്ള ആൾക്കും അതുപോലെ ഇന്ത്യൻ പാരൻസ് വളർത്തിയിട്ടുള്ളതുകൊണ്ട് മറ്റേ ആൾക്കും ഇവർക്ക് വിവാഹം ഗ്രാൻഡായിട്ട് നടത്തണം. ഇന്ത്യക്കാരുടെ മെയിൻ ഒരു ആഘോഷ പരിപാടിയാണല്ലോ വിവാഹം. അപ്പോൾ എല്ലാ ബന്ധുക്കളും പങ്കെടുക്കുന്ന ഒരു ഗ്രാൻഡ് ഫംഗ്ഷൻ അവർക്ക് വേണം എന്നുള്ള രീതിയിൽ അവരതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെയൊക്കെ കൺവിൻസ് ചെയ്ത് നടക്കുന്ന ട്രെയിലർ ഭയങ്കര രസമുണ്ട്. ഹൃദയഹാരിയായ ട്രെയിലർ എന്നാണ് എനിക്കത് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. തീർച്ചയായും ഒന്ന് കണ്ടു നോക്കണം എന്നുള്ള ആഗ്രഹം എന്നിൽ ഉണ്ടാക്കിയ, വലിയ തീയും പുകയൊന്നും ഇല്ലാത്തൊരു കുഞ്ഞ് സബ്ജക്റ്റാണ്. പക്ഷേ ഭയങ്കര രസമായിട്ട് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഗംഭീര പെർഫോമൻസ് എനിക്ക് ഫീൽ ചെയ്തു ട്രെയിലർ കണ്ടപ്പോൾ തന്നെ. മറ്റൊരു സിനിമ കിയാനു റീവ്സ് ഏഞ്ചലായിട്ട് മാലാഖയായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ്. ഗുഡ് ഫോർച്യൂൺ എന്നാണ് സിനിമയുടെ പേര്. ഒരു ലോ ബഡ്ജറ്റ് ഏഞ്ചൽ ഒരാളെ അന്വേഷിച്ച് വരികയാണ്. അതായത് കാർ ഓടിക്കുമ്പോൾ ഫോൺ നോക്കുന്ന ആളുകളെ രക്ഷിക്കുന്ന മാലാഖ. അതായത് വലിയ വലിയ അത്ഭുതങ്ങളൊന്നും കാണിക്കാനില്ല. നമ്മളിങ്ങനെ ഫോൺ നോക്കിയിരിക്കുമ്പോൾ പെട്ടെന്ന് വണ്ടി വരുമ്പോൾ ആരോ നമ്മൾ വിളിച്ചതുപോലെ നമ്മൾ അലേർട്ടാവുന്നു എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരു ഏഞ്ചൽ നമ്മളെ സഹായിക്കുകയാണെന്നുള്ളൊരു ആംഗിളിൽ അവതരിപ്പിച്ചിട്ട് ആ ഏഞ്ചൽ അങ്ങനത്തെ ലൊട്ടിലൊടുക്ക് പണിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു ഏഞ്ചൽ, ആ ഏഞ്ചൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ചെല്ലുന്നു എന്നുള്ളതാണ് സംഭവം. നല്ല രസമുണ്ടായിരുന്നു, കണ്ടിരിക്കാൻ രസമുള്ളൊരു പരിപാടി. തിയേറ്ററിൽ കാണണോ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ
എനിക്ക് അങ്ങനെ ഒരു ആകാംക്ഷ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ തീർച്ചയായും ഒന്ന് കണ്ടു നോക്കണമെന്നുണ്ട് എന്താണ് അവരതിൽ ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ 2 സിനിമകളും കൂടി ചേർത്ത് വെച്ചാൽ ഈ ആഴ്ച കാണാൻ തോന്നിപ്പിച്ച സിനിമകളുടെ ലിസ്റ്റ് ഇതാണ്. നിങ്ങൾ ഈ ആഴ്ച കാണാൻ കാത്തിരിക്കുന്ന സിനിമ ഏതാണ്? അത് വീഡിയോയുടെ താഴെ ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഈ ആഴ്ചത്തെ സിനിമകൾ പ്ലാൻ ചെയ്യുന്ന മറ്റു പലർക്കും അത് പ്രചോദനമായേക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.